ഹലോ, ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഒരുപാട് സാധനങ്ങളോ ആളവാരങ്ങളോ ഒന്നും വേണ്ടാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് തക്കാളി, സവോള, പച്ചമുളക്, കറിവേപ്പില, ഞാൻ എന്നും പറയും പോലെ നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ടാണ് ഇതൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. വലിയ ഷേപ്പിലൊന്നും വേണ്ട, അങ്ങനെ അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ടൊരു ചീഞ്ചട്ടി വയ്ക്കുക, ഓയിലൊഴിക്കുക, കടുകിടാൻ മറക്കരുത്. കടുകിട്ടതിന് ശേഷം സബോളയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടായി കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുക. അധികം സമയമൊന്നും എടുക്കില്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ എല്ലാം തീരും. അങ്ങനെ അതൊന്ന് ആവിയിൽ വെന്ത് വന്നു കഴിയുമ്പോൾ തക്കാളിയിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ. അങ്ങനെ അത് നല്ലോണം വെന്ത് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യരുത്, ഒരു കളറ് കിട്ടില്ല. അങ്ങനെ അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്താ പറയുക, ഇന്നിങ്ങനെ വാട്ടി പോലെ എടുക്കുമല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉപ്പിടാൻ മറക്കരുത്. ഞാൻ മറന്നിട്ടുണ്ട്, സ്ഥിരം മറക്കുന്ന പോലെ. പക്ഷെ ഞാൻ അവസാനം ഓർത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഏകദേശം പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എന്നൊക്കെ തോന്നുമ്പോൾ അതിങ്ങനെ നല്ലോണം ഇങ്ങനെ ചീഞ്ചട്ടിയിൽ തന്നെ വിടർത്തിയിടുക, ഒന്ന് ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിടർത്തിയിട്ടതിന് ശേഷം പെട്ടെന്ന് അടിക്കുമ്പോൾ മിക്സിയിൽ അങ്ങനെ ഇട്ട് അടിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. വേണമെങ്കിൽ ആ പാത്രം കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചോ, എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം.